ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരഭിദൃഷ്ടോന്ത ത്വനയോസ്തത്വദർശിഭിഃ. ന അസദഃ വിദ്യതേ ഭാവഃ ന അഭാവഃ വിദ്യതേ സദഃ ഉഭയോഃ അപി ദൃഷ്ടഃ അന്തഃ തു അനയോഃ തത്വദർശിഭിഃ. ന ആസദഃ വിദ്യതേ ഭാവഃ ന അസതഃ വിദ്യതേ ഭാവഃ. അസത്തായിരിക്കുന്ന ഒന്നിനെ ഭവിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാവുവാൻ ഉള്ള അവസരമില്ല. അസത്തായ ഒരു വസ്തുവിനെ ഉണ്ടാകാൻ കഴിയില്ല എന്നറിയുക. ന അഭാവഃ വിദ്യതേ സതഃ. സത്തായിട്ടുള്ള ഒരു വസ്തുവിനെ ഇല്ലായ്മ എന്നുള്ളൊരവസ്ഥയും പ്രാപിക്കാൻ കഴിയില്ല എന്നറിയുക. ഉഭയോഹോ, ഇത് രണ്ടും ദൃഷ്ടഃ അന്തഃ തു അനയഃ തത്വദർശിഭിഃ. അനയഃ ഉഭയഃ, ഈ രണ്ട് കാര്യങ്ങളും തത്വദർശിഭിഃ, തത്വത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ദൃഷ്ടഃ, അവർ മനസ്സിലാക്കി കണ്ടിരിക്കുന്നു. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്മയുണ്ടാവാനും ഉള്ള ഒരു വസ്തുവിനെ ഇല്ലായ്മയെ പ്രാപിക്കുവാനും കഴിയില്ല എന്ന് അറിഞ്ഞാലും അർജുന, മനീഷികളായ ജ്ഞാനികൾ ഈ രണ്ട് ഭാവങ്ങളുടെയും അന്തസത്തയെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട്, കുറേ വർഷങ്ങൾക്ക് മുൻപായിട്ട് നമ്മൾ ഒരു കെട്ടിടം കണ്ടിരുന്നു. അത് ഇപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെയധികം കേടുപാടുകളൊക്കെ സംഭവിച്ച് കാണാം. അപ്പോൾ ഇല്ലാതിരുന്ന ഒരു വസ്തു ഉണ്ടാക്കിയെടുത്തതായിരുന്നു ആ കെട്ടിടം. അത് കുറച്ച് കഴിയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഇല്ലാതാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ ആ ഉണ്മയെ നൽകാനായിട്ടുള്ള ഒരു വസ്തു അവിടെയില്ല. ഇല്ലാത്ത ഒരു വസ്തു, ജഡാത്മകമായ വസ്തുവിൽ നിന്ന് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അത് ജഡാത്മകമായി തന്നെ പതിക്കുകയും ചെയ്യും. നമ്മളുടെ ശരീരത്തെയും അതിലെ ജീവാത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ ജീവാത്മാവ് എന്ന് പറയുന്ന വസ്തു അത് എക്കാലവും ഉള്ളതാണ്. അതിനൊരിക്കലും ഇല്ലാതാകാൻ കഴിയുന്നില്ല. എന്നാലോ ആ ജീവാത്മാവിരിക്കുന്ന ശരീരമാവട്ടെ, അത് എല്ലാ കാലവും നിൽക്കുന്നതല്ല. അത് ഇന്നലെ ഉണ്ടായി, ഇന്ന് നിലനിന്ന് നാളെ നശിക്കേണ്ടതാണ്. അപ്പോൾ അതിന് അനിത്യമായൊരു ഉണ്മയില്ല. കാലാകാലങ്ങളോളം നിൽക്കാനായിട്ടുള്ള കഴിവില്ലാത്ത വസ്തുവാണ്, ജഡാത്മകമാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിന് നിത്യതയും നൽകാനാവില്ല, ആത്മാവിനെ നശിപ്പിക്കാനും കഴിയില്ല. അതാണ്, ഉള്ളതിനെ നശിപ്പിക്കാൻ കഴിയില്ല, ഉള്ളതിന് ഇല്ലാത്ത അവസ്ഥ വരുന്നില്ല, ഇല്ലാത്ത ഒന്നിനെ ഉള്ള അവസ്ഥയും പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ നിത്യതയിലേക്ക് എത്താനായിട്ട് ജഡാത്മകമായ ശരീരത്തിന് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അത് കുറച്ച് മനസ്സിലാക്കാൻ വിഷമതയുള്ള വിഷയം തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും ഈ മായികമായ വസ്തുവിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഭ്രമിച്ചിരിക്കുന്നവരാണ് ഭൂരിഭാഗവും. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഗീതയിൽ തന്നെ പറയുന്നുമുണ്ട്.
മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതത് സിദ്ധയേ. ആയിരക്കണക്കിന് ആളുകളിൽ അപൂർവം ചിലർ മാത്രമാണ് എന്നെ താത്വികമായി അറിയുന്നത്, അവരിലും അപൂർവം ചിലർ മാത്രമേ എന്നെ ശരിയായി മനസ്സിലാക്കുകയുള്ളൂ എന്നെല്ലാം ഭഗവാൻ പറയുന്നുമുണ്ട്. അപ്പോൾ ദേഹിയുടെയും ദേഹത്തിൻ്റെയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഏത് അവസ്ഥയിലും നിലനിൽക്കുന്നതും മറ്റൊന്ന് ഏതവസ്ഥയിലും നിലനിൽക്കാത്തതുമാണ്. ഇത് രണ്ടും വെവ്വേറെയായിട്ട് മനസ്സിലാക്കുന്നവരാണ് തത്വദർശികളായ മനീഷികൾ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്തത്വദർശിഭിഃ അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശി തു തദ്വിദ്ധി യേന സർവം ഇദം തദം വിനാശം അവ്യയസ്യ അസ്യ ന കശ്ചിത് കർത്തും അർഹതി. അവിനാശി തു തദ്വിധി, തദ് അതിനെ അവിനാശി എന്ന് വിധി. അവിനാശി വിനാശം ഭവിക്കാൻ സാധിക്കാത്തതാണ് എന്ന് അറിഞ്ഞാലും ഏന സർവം ഇദം തദം ഏതൊന്നിനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കപ്പെട്ടിരിക്കുന്നത് ആ വസ്തു, ആ സദ്വസ്തു അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്തതാണ് എന്ന് അറിഞ്ഞാലും അർജുന വിനാശം അവ്യയസ്യ അസ്യ, അവ്യയസ്യ വ്യയം ചെലവ്, അവ്യയം ചെലവില്ലാത്തത്. ഈ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മ തത്വം എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു പോകാത്തതാണ്, ഉപയോഗിക്കും തോറും കുറഞ്ഞു പോകാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് അവ്യയൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അവ്യയനായിരിക്കുന്ന അസ്യ ഇയാളുടെ വിനാശം, ഇയാൾക്ക് നാശം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ന കശ്ചിത് കർത്തും അർഹതി, ആർക്കും ആ വിനാശം കർത്തും വിനാശത്തെ ചെയ്യുവാനായിട്ട് അർഹിക്കുന്നില്ല, സാധിക്കുകയില്ല. ഏതൊരു പരമാത്മാവിനാലാണോ ഈ പ്രപഞ്ചം മുഴുവൻ ആവൃതമായിരിക്കുന്നത് അത് ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയാത്തതാണ് എന്ന് അറിഞ്ഞാലും അർജുന ഈ പരമാത്മ ചൈതന്യത്തെ നശിപ്പിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരാൾക്കും സാധിക്കുകയില്ല, കഴിയുകയില്ല. ഇവിടെ യുദ്ധരംഗത്ത് വന്നു നിൽക്കുന്ന ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഇവരെല്ലാം പരസ്പരം പോരടിച്ച് മരിക്കാം എന്നത് വെച്ച് അവരുടെ എല്ലാം ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മചൈതന്യത്തിന് യാതൊരു ഹാനിയും വരുന്നില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത്. നാശമുണ്ടാകുന്നത് ജഡാത്മകമായ ശരീരത്തിന് മാത്രമാണ്. ഒരിക്കലും ആ നാശത്തെ ഈ ആത്മചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ഓരോ ശരീരത്തിലും ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ ആ ജീവാത്മാവിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസൃതമായിട്ടാണ് പിന്നീട് ഏത് ശരീരങ്ങൾ എടുത്തുകൊണ്ടാണ് വീണ്ടും ആ കർമ്മദോഷത്തെ വീടേണ്ടത് എന്നുള്ള നിർണയത്തിലേക്ക് എത്തുന്നത്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യ ഉക്താഃ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹാഃ, ഇമേ ദേഹാഃ ഈ ശരീരങ്ങൾ, അന്തവന്ത ഇത് അവസാനം ഉള്ളതാണ്. നിത്യസ്യ ഉക്താഃ ശരീരിണഃ നിത്യനായിരിക്കുന്ന ആത്മചൈതന്യം കുടികൊള്ളുന്ന ഈ ശരീരം ആവട്ടെ, ശരീരിണഃ ഈ ശരീരങ്ങളാവട്ടെ, ഇത് ഉക്താഃ പറയപ്പെട്ടിരിക്കുന്നത് അന്തവന്ത ഇമേ ദേഹാഃ
ഈ ദേഹങ്ങൾക്കെല്ലാം അവസാനം ഉണ്ട് എന്നാണ് പറയുന്നത്. പരമാത്മ ചൈതന്യം അധിവസിക്കുന്ന ഈ ശരീരങ്ങളാവട്ടെ പറയപ്പെടുന്നത് ഈ ശരീരങ്ങൾക്ക് അവസാനമുണ്ടെന്നാണ്. അനാശിനഃ അപ്രമേയസ്യ, നാശം ഇല്ലാത്തവനും അളക്കുവാൻ കഴിയാത്തവനുമായ, അല്ലെങ്കിൽ അറിയപ്പെടാൻ കഴിയാത്തവനുമായ ഈ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്ന ശരീരങ്ങൾ എല്ലാം നശ്വരമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക അർജുന. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് യുദ്ധസ്വ, നീ നിൻ്റെ ധർമ്മം നിർവഹിക്കുക, യുദ്ധം ചെയ്യുക. നാശമില്ലാത്തതായ ഈ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്ന ശരീരങ്ങൾ എല്ലാം, അതിനെ ഷഡ്ഭാവങ്ങൾ ബാധകമാണ്. മുൻപ് പറഞ്ഞതുപോലെ ഷഡ്ഭാവങ്ങൾ എന്നാൽ അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, നശ്യതി. ഈ 6 ഭാവങ്ങൾ എല്ലാ ജീവാത്മാക്കളും ഓരോ ശരീരങ്ങളെ പ്രാപിക്കുമ്പോഴും ഈ 6 ഭാവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത് എങ്ങനെയാണ് കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ധീരഃ തത്ര ന മുഹ്യതി. അപ്പോൾ ഒരു ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരത്തിന് ഏത് പ്രകാരത്തിലാണ് കൗമാരം യൗവനം ജര എല്ലാം സംഭവിക്കുന്നത്, അതുപോലെ തന്നെയാണ് ദേഹാന്തരപ്രാപ്തി, മറ്റ് ദേഹങ്ങളെ പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള ആ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അറിവുള്ളവർ ദുഃഖിക്കുന്നില്ല. എന്തായാലും നമ്മളെല്ലാം ഈ ജീവാത്മാക്കൾ അധിവസിക്കുന്ന ഈ ശരീരം, ഞാൻ എന്ന് പലപ്പോഴും വിവക്ഷിക്കാറുള്ള ഈ ശരീരം, അത് ഈ ഷഡ്ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നത് തന്നെയാണ്. അത് തുടക്കത്തിൽ അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ എന്നെല്ലാം പറയുന്ന അവസ്ഥകളിലേക്ക് കടന്നുപോയി പിന്നീട് നശ്യതി എന്നുള്ള ഭാവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കെല്ലാം ദുഃഖങ്ങളുണ്ടാകുന്നത്. അധികം വൈകാതെ നമുക്ക് ശരീരം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമല്ലോ എന്നുള്ള ആശങ്കയുണ്ടാകുന്നത്. എന്നുവെച്ച് ഈ അവസ്ഥയിൽ അപക്ഷീയത എന്ന് പറയുന്ന ആ അവസ്ഥയിലാണ് ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു ഭയം പിടികൂടുന്നതെങ്കിലും ഈ ദേഹാന്തരപ്രാപ്തി എന്ന് പറയുന്ന സംഭവം ജനിക്കുന്ന അന്നു മുതൽ കൂടെയുള്ള ഈ മരണത്തിനനുസരിച്ചാണ്. ഭാഗവതത്തിൽ പറയുക അദ്യവ അബ്ദശതാന്തേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ. ഒരു ജീവാത്മാവിനെ ഒരു ശരീരമെടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം മൃത്യു അയാളുടെ പിന്നാലെ തന്നെയുണ്ട്. അതിൽ ഓരോ കാരണങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ട് ചിലപ്പോൾ അദ്യവ അബ്ദശതാന്തേവ, ഇന്നാവാം, ഇല്ലെങ്കിൽ ഒരു 100 വർഷത്തിനുള്ളിലാവാം എന്നേ വ്യത്യാസമുള്ളൂ. അപ്പോഴും ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, 100 വർഷം എന്നുള്ളത്. മിക്കവാറും അതിനുള്ളിൽ തന്നെ ഒരുവിധം എല്ലാവരും ശരീരം ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. അപൂർവം ചില ആളുകൾക്കാണ് അതിനേക്കാളും കുറച്ചുകൂടി അതിക്രമിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയാറുള്ളത്. എങ്ങനെയായാലും ഇത് കാലാകാലങ്ങൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ നിത്യതയുള്ളതോ ഒന്നുമല്ല ഈ ശരീരം എന്ന് പറയുന്നത്. എന്നാൽ അതിനുള്ളിൽ അധിവസിക്കുന്ന ജീവാത്മാവാകട്ടെ അത് ഒരിക്കലും നശിക്കുന്നതുമല്ല. അത് പല വേഷങ്ങളെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സദ്വസ്തുവാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതോർത്ത് നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അർജുന. അതുകൊണ്ട് നീ നിൻ്റെ ധർമ്മം അനുഷ്ഠിച്ചാലും യുദ്ധം ചെയ്താലും. അന്തവന്ത ഇമേ ദേഹാ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഏനം വേത്തി ഹന്താരം യഹ ച ഏനം മന്യതേ ഹതം ഉഭൗ തൗ
ന വിജാനീതഃ ന അയം ഹന്തി ന ഹന്യതേ. യ ഏനം വേത്തി ഹന്താരം. ഏതൊരാളാണോ ഏനം ഇവനെ, ഈ ആത്മചൈതന്യത്തെ, വേത്തി അറിയുന്നത്, ഹന്താരം കൊല്ലുന്നവൻ എന്നറിയുന്നത്, ഏതൊരാളാണോ ഈ ആത്മചൈതന്യത്തെ കൊല്ലുന്നവനാണെന്ന് മനസ്സിലാക്കുന്നത്, കൂടാതെ യഹ ച ഏനം മന്യതേ ഹതം, ഏതൊരാളാണോ ഏനം ഇവനെ മന്യതേ ഹതം കൊല്ലപ്പെടുന്നവനായിട്ട് മനസ്സിലാക്കുന്നത്, ഉഭൗ തൗ അവർ രണ്ടുപേരും ന വിജാനീതഃ അറിയുന്നില്ല. എന്തറിയുന്നില്ല? ന അയം ഹന്തി ന ഹന്യതേ. അയം ഇയാളെ ന ഹന്തി കൊല്ലുന്നുമില്ല, ന ഹന്യതേ കൊല്ലപ്പെടുന്നുമില്ല. രണ്ടുപേർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരാൾ മറ്റേയാളെ കൊല്ലുന്നു എന്നത് യുദ്ധത്തിൽ സ്വാഭാവികം തന്നെയാണ്. എങ്കിലും ആത്മദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അയാൾ മറ്റൊരാളാൽ കൊല്ലപ്പെടുന്നു എന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളും മനസ്സിലാക്കുന്നില്ല ഈ ജീവചൈതന്യങ്ങൾ രണ്ട് കാര്യങ്ങളിലും കൊല്ലാനോ കൊല്ലപ്പെടാനോ കഴിയാത്തതാണ് എന്ന്. ഏതൊരു ആളാണോ കൊല്ലപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അയാളുടെ ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുന്നുള്ളൂ. അയാളുടെ ജീവാത്മാവിന് യാതൊരു നാശവും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ആരാണോ കൊല്ലുന്നത്, അയാളുടെയും ശരീരം കൊണ്ടാണ് ആ കർമ്മം നിർവഹിക്കുന്നതെങ്കിലും അയാളുടെ ആത്മചൈതന്യത്തിന് കുറവൊന്നും വരുന്നില്ല. അപ്പോൾ കൊല്ലുന്നവനെന്നോ കൊല്ലപ്പെടുന്നവനെന്നോ ഭേദമില്ലാതെ ഈ ചൈതന്യം എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. അത് ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഏതൊരുവൻ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി കരുതുന്നുവോ, ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെട്ടവനായി വിചാരിക്കുന്നത്, അവർ രണ്ടുപേരും സത്യത്തെ അറിയുന്നവരല്ല. ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. എന്നാൽ അവിടെ സംഭവിക്കുന്നത് ഈ ജീവാത്മാവിനെ അതിരിക്കുന്ന ശരീരവുമായിട്ടുള്ള താതാത്മ്യം മൂലം അവർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവർ കൊന്നു എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ ആ ജീവാത്മാവിന് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹദം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ കദാചിത് ന അയം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. അജഃ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ ന മ്രിയതേ വാ കദാചിത്. ഈ ആത്മാവ് എന്ന് പറയുന്നത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ന അയം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. ഈ ആത്മാവ് ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല, ഇല്ലാതായിട്ട് പിന്നെ ഉണ്ടാകുന്നുമില്ല. അജഃ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ. അയം ഇയാൾ, ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് അജൻ, ജന്മങ്ങളില്ലാത്തവനാണ്. നിത്യഃ എല്ലാ കാലത്തും ഉള്ളവനാണ്. ശാശ്വതഃ ശാശ്വതനാണ്, എല്ലാ കാലങ്ങളിലും ഉള്ളവനാണ്. പുരാണഃ പണ്ടേയുള്ളവനാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരങ്ങൾ ഹനിക്കപ്പെട്ടാലും ഇയാൾ, ഈ ജീവാത്മാവ് ഹനിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അയാളിലെ ജീവാത്മാവ് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ്.
ആ ജീവാത്മാവിന് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല. ഹാനി സംഭവിക്കുന്നത് ശരീരത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമായിരിക്കുന്ന ജീവാത്മാക്കൾക്ക് ജന്മമില്ല, മരണമില്ല, അത് ഉണ്ടായിട്ട് ഇല്ലാതാകുന്നില്ല, ഇല്ലാതായിരുന്നതൊന്നും ഉണ്ടാകുന്നുമില്ല. ഇത് എല്ലാ കാലങ്ങളിലും ഉള്ളവനും പണ്ടേയുള്ളവനും ജന്മാദികൾ ഇല്ലാത്തവനും നിത്യനുമായ ചൈതന്യ സ്വരൂപനാണ് ഈ ജീവാത്മാവ്. അങ്ങനെയുള്ള ആത്മാവ് ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ഒരു ശരീരം ഹനിക്കപ്പെടുമ്പോഴും ഈ ജീവാത്മാവ് ഹനിക്കപ്പെടുന്നില്ല. ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിസ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.